ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. നമുക്ക് ആലുവയുടെ വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വില്ലകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പറ്റിയൊരു ഓപ്ഷനാണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ചുറ്റിലുമൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അടുത്തടുത്ത് നിറയെ വീടുകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് അല്ല. നമുക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വീടാണ്. അതേസമയം നമുക്ക് അത്യാവശ്യത്തിന് നൈബേഴ്സിനെ കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണ്. വീടിന്റെ ആ ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. എങ്കിലും ഒന്നുകൂടെ കാണുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം പറയാം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാക്ട് ആലുവയുടെ എവിടെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 4.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സെയിം തന്നെയാണ് മുട്ടം മെട്രോ യാർഡിലേക്ക് വരുന്ന ദൂരവും 4.5 കിലോമീറ്റർ മാത്രമാണ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക്, കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ ഇൻഫോ പാർക്ക് നമുക്ക് വളരെ ഈസിയാണ്. വെറും 11 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്നതാണ്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 12 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നിങ്ങൾ ഇതിന്റെ ഈ ഒരു ഇതിനകത്ത് കണ്ടതുപോലെ തന്നെ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1415 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിന്റെ മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് മാർബിൾ ഹോംസിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് ഈ ഒരു വീടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ എടുത്തു പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു ലൊക്കേഷനിൽ ഏതൊരു വീടിനെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയാലും നല്ല ഹോസ്പിറ്റലുകളും നല്ല സ്കൂളുകളും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽ പെടുന്നവരുടെ ആരാധനാലയങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അതൊക്കെ എടുത്തു പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടുന്നില്ല. നമുക്ക് വീടിനെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ട് ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഡിസൈനുകളും കളറായിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിഡിൽ വരുന്ന പോർഷനിൽ മാത്രം കുറച്ച് ഗ്രേ കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതേ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനിടയ്ക്ക് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മുകളിലൊക്കെ ആവശ്യത്തിന്, മുകളിലും താഴെയും കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഗേറ്റ് തുറന്നിട്ട് ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. GS സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാനും അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് ഇടയിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് കാണുന്ന ഈ ഒരു കാർപോർച്ചിലേക്ക് നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് സൈഡിലൊക്കെ നമുക്ക് വേറെ സ്പേസും കിട്ടുന്നുണ്ട്. പോർച്ചിന് 2 പില്ലറുകൾ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നേരെ കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുവാണെങ്കിൽ അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കാണാം. നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണർ ഇവിടെ ഉണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടെയാണ് നല്ല ഓപ്ഷൻ. ആലുവയ്ക്ക് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പമ്പിംഗ് സ്റ്റേഷൻ അടുത്താണ്. നല്ല പ്രഷറോട് കൂടി തന്നെ നമുക്ക് KW വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കിണർ വെള്ളവും പൈപ്പ് വെള്ളവും കിട്ടുന്ന ഒരു ഏരിയയാണ്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള എൻട്രൻസ് നിങ്ങൾ കണ്ടു. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് നടന്നു പോകാവുന്ന സ്പേസ് ഇട്ടിട്ടാണ് വീടിന്റെ 2 സൈഡും ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ, ക്യാമറ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വിട്ടിട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് വീടിന്റെ നേരെ ബാക്ക് സൈഡ് ആണ്. അവിടെയും ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കാണുന്നത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസ് ആണ്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് നോർത്ത് ഭാഗത്തേക്കാണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ടൈലില് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നേരെ വന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വിൻഡോസും സ്ട്രെയിറ്റ് വന്നിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എല്ലാം PVC-യുടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളുണ്ട്. താഴെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഡോർ വെച്ചിട്ടുള്ള ഷെൽഫുകൾ വരുന്നുണ്ട്. ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതിനാൽ സൈഡിലൂടെയും കുറച്ച് ഏരിയ അങ്ങോട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ ചെയ്തിട്ട് അതിനിടയിലൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് TV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ആ ഒരു സ്പേസ് കിട്ടിട്ട് തന്നെയാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിലും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പെയിന്റ് വരുന്നുണ്ട്. ഗ്രേ കളർ വരുന്നുണ്ട്. വൈറ്റ് വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിന്റെ ഭാഗത്തേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ്. 6 പേരെ നമുക്ക് ഇവിടെ ഇരുത്താവുന്ന ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. അതിനടുത്തായിട്ട് തന്നെ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു ബാറുകൾ കൊണ്ടാണ് ഹാൻഡിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നേരെ നടന്നു വരുമ്പോൾ 3 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കിയെല്ലാം ഒരു കർവ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് താഴെ നിൽക്കുമ്പോൾ മുകളിലുള്ള ആ ഒരു ഹാൻഡ് റെയിൽസും മുകളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം തന്നെ മുകളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ വളരെ ഭംഗിയായിട്ട് വിസിബിൾ ആണ്. ഡൈനിങ് ഹാളിൽ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്താണെങ്കിൽ കുറച്ച് ഗ്രാഫിക്കൽ ഡിസൈനുകൾ കൊടുത്തിട്ട് ചെറിയ LED ബൾബുകളും ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ LED സ്ട്രിപ്പുകളുടെ വർക്കുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മൾട്ടിവുഡ് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കേജിനകത്താണ് അത് വെച്ചിരിക്കുന്നത്. വൈറ്റ് കളറിനകത്തുള്ള ആ ഒരു ഗ്രാനൈറ്റ് ആണ് ബേസ് വരുന്നത്. വാഷ് ബേസിൻ കണ്ടു. ബാക്ക് സൈഡിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകളായിട്ടാണ് ഡോർ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. നമുക്കിനി കിച്ചണും താഴെ ഒരു ബെഡ്റൂമുമാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്തായിട്ട് കൂടി ഒരു ചെറിയ വിൻഡോ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ മരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കേബിള് വയറുകളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിന്റെയാണ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ആ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡില് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത മിറർ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ഗ്രേ കളർ പെയിന്റ് കൊടുത്തിട്ട് ഒരു ചെറിയ വർക്കും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈലുകളെല്ലാം ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ്. ഫ്ലോറിലൊക്കെ വന്നിട്ട് ഡാർക്ക് ഗ്രേയും വോളിൽ വന്നിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈപ്പുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വീണ്ടും വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഓപ്പൺ ഷെൽഫുകളും അതിനിടയിലൊക്കെ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു 2-3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡോട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെയാണെങ്കിൽ പോലും കളർ വരുന്നത് ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ്. വിൻഡോസ് നിങ്ങൾക്ക് കാണാം. നേരെ നോക്കുമ്പോൾ 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിൽ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കാണാം. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് വളരെ ലെങ്തി ആയിട്ടും ഒക്കെ ആവശ്യത്തിന്
സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ വാർഡ്രോബുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കാണാം. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, നമ്മൾ കണ്ടതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോർ തുറന്നാൽ നേരെ നമ്മളുടെ പുറത്തേക്കുള്ള ഓപ്പൺ സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. കയറി വന്ന വഴിയിലൊക്കെ ചെറിയ രീതിയിൽ ഫുഡ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ വന്ന് നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ നിന്ന് നമ്മൾ കണ്ട കർവ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴേക്കുള്ള സ്റ്റെപ്പും ഡൈനിങ് ഹോളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വർക്കുകളും LED ലൈറ്റുകളും, ചെറിയ LED ലൈറ്റുകളും വലിയ LED ലൈറ്റുകളും ഒക്കെ ഇട്ട് ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. യൂട്ടിലിറ്റിയിലേക്കുള്ള ഡോറാണിത്. അത്യാവശ്യത്തിന് നല്ല വലുപ്പമുള്ള യൂട്ടിലിറ്റി ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനും വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സ്റ്റെപ്പ് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ഒരു ബാൽക്കണി കൂടി ഇനി കാണാനുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ഇത് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഡോറാണ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഒരു പോർഷൻ മുകളിൽ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് സൺലൈറ്റും മഴയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ടെറസിന്റെ ആ ഒരു പകുതിയോളം പോർഷൻ കോൺക്രീറ്റ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ GA പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തേക്ക് വരുന്ന ഈ ഒരു പോർഷൻ നോക്കാൻ നിങ്ങൾക്ക് കാണാം. ഈ സൺഷെയ്ഡ് പോലുള്ള ഭാഗത്തെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെടിച്ചട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് താഴെ നിൽക്കുമ്പോൾ ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വിസിബിൾ ആണ്. വീടിന്റെ ഭംഗിയും ഈ ഒരു വർക്കിലൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോ വന്നത്. ഈ ഭാഗത്തായിരുന്നു നമ്മൾ ബാൽക്കണി കണ്ടത്. ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് തന്നെയാണ്. 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 3 വിൻഡോസും ആ ഭാഗത്ത് 3 വിൻഡോസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളൊക്കെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും മിഡിൽ പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളറും തന്നെയാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലെ ഡോറുകളൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈൽസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യം കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു. വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു പാസേജ് പോലെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇവിടെയാണ് നമുക്ക് ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ആ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡർ ലൈൻ ആയിട്ട് ബിസ്ക്കറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 4 എഡ്ജിലും വന്നിട്ട് വലിയ LED ബൾബുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ തന്നെയാണെങ്കിൽ കുറച്ച് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് വളരെ അടുത്തായിട്ടാണ്. ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും മുട്ടം മെട്രോ യാർഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ വെറും 4.5 കിലോമീറ്റേഴ്സും നമുക്ക് കാക്കനാട് കളക്ടറേറ്റ് ഭാഗങ്ങളും ഇൻഫോ പാർക്കിലേക്കൊക്കെ 11 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ടും എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1415 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1415 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസും 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിണർ വെള്ളം നമുക്ക് മെയിൻ ആയിട്ടുണ്ട്. പൈപ്പ് വെള്ളമാണ്. KWയുടെ വാട്ടർ ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് താമസിക്കാൻ പറ്റിയവർക്ക് നല്ലൊരു വീടുമാണ്. അതേസമയം റോഡിനോട് വളരെ അടുത്തുമാണ്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് വെറും 58 ലക്ഷം രൂപയാണ്.
58 lakhs എന്നുള്ള ഇതിന്റെ വില ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മനോഹരമായ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും വീട് നേരിട്ട് കാണാനും ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.